ആ കിട്ടി കിട്ടി കിട്ടി. ഇതാണ് നമ്മൾ കൊടുത്ത ഫൈനൽ പ്ലാന്. അതെ, എങ്ങനെയൊക്കെയാന്നൊന്ന് പറയൂ. ഇത് നമ്മൾ ഓഫീസ് മുറി. ഓഫീസ് മുറിന്റെ നേരെ പോയി ഈ റൈറ്റ് സൈഡിൽ തന്നെ ഒരു സ്റ്റെയർ കേസ്. പിന്നെ നേരെ കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് കഴിഞ്ഞാൽ ബെഡ്റൂം. അവിടെ റൈറ്റ് സൈഡിൽ തന്നെ ഒരു സ്റ്റെയർ കേസ് വരും. പിന്നെ അത് കഴിഞ്ഞ് അവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ കിച്ചന്റെ ചുമരിനോട് അടുപ്പിച്ചിട്ട് ഒരു സ്റ്റെയർ കേസ് വരും. എന്തിനാ 3-4 സ്റ്റെയർ കേസ് ഒരു വീട്ടില്? നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് ഫ്ലവർ ബോട്ടിലും ട്രോഫിയൊക്കെ വെക്കാൻ സ്റ്റെയർ കേസ് വേണമെന്ന്. അത് സ്റ്റെയർ കേസ് അല്ല, ഷോ കേസ് അല്ലേ? ഷോ കേസ് അല്ലേ, അങ്ങനെയും പറയാലോ. അല്ല, പണി തുടങ്ങണ്ടേ? തുടങ്ങണം. അപ്പൊ ഈ മറ്റേ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഈ റൂമിന്റെ അളവൊക്കെ റൂമിന്റെ ഒക്കെ കറക്റ്റ് ആയിട്ട് ഞാൻ വെച്ചിരിക്കുന്നു. നിങ്ങളോട് മാത്രമായിട്ട് പറഞ്ഞുതരാം. എന്നോട് ഒന്നും പറയണമെന്നില്ല. ആ പണിക്കൊരു സത്യപ്പം ഇങ്ങോട്ട് വരും. അപ്പൊ താൻ ഈ കാര്യങ്ങളൊക്കെ എന്താന്നുള്ളൊന്ന് കാണിച്ചു കൊടുക്ക. അപ്പൊ പണിക്കാർക്കാ വീടുണ്ടാക്കണേ? വീട് ഞങ്ങൾക്കാണ്, വൈഫ് പുറത്താണല്ല. അവന്റെ ഭാര്യയാണ് ഇപ്പൊ ഈ കാശൊക്കെ ചെലവാക്കണത്. ഇവനെ ഏൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് അതിന്റെ കാര്യങ്ങൾ ഞാൻ നോക്കി നടത്തണമെന്നുള്ളോ. അപ്പൊ ആ ചെലവഴിച്ചുണ്ടാക്കണ ഒരു വീടിന് യാതൊരു വിധത്തിലുള്ള കോർണക്കേടും ഉണ്ടാവരുത്. അത് ഞാൻ എന്റെ വീടിന്റെ ഒരു തകരാറും ഉണ്ടാവില്ല. ഞാൻ അടുത്ത പണിക്ക് ഇന്നേ വരെ ഒരു പ്രശ്നം ഉണ്ടായില്ല. പണിയണയിലല്ല. അത് തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനാണ് ഇപ്പൊ ഞാൻ ഈ പണിക്കര് സത്യനോട് വരാൻ പറഞ്ഞിട്ടുള്ളത്. എന്താ മഴ? വരുന്നുണ്ട്. അവിടെ ഇരിക്കുന്നുണ്ട്. ശീതള നല്ലത്. അയ്യോ, അപ്പോ ശീതള, സുഗതന്റെ മകന് വീട് വെക്കുക. അപ്പൊ ഒരു കിണർ കുഴിക്കണം പറഞ്ഞിട്ട് അതിന്റെ ഒരു സ്ഥാനം നോക്കാൻ വേണ്ടിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കൂട്ടത്തിൽ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞതാ. എന്താ ഇപ്പൊ പ്ലാൻ കൊണ്ടുവന്നിണ്ടേ. അപ്പൊ അതൊന്ന് താൻ നോക്കിട്ട് നോക്കണേ. അതെ, പിന്നെ ചില വീടുകളൊക്കെ കണ്ടു കഴിഞ്ഞാണല്ലോ, അതിന്റെ ഒക്കെ പ്ലാന് കണ്ടാല് ഇവിടെ താല പെരുത്തിട്ട് നമുക്ക് ചുരുട്ടി കൂട്ടി വലിച്ചടറിയാ തോന്നും. അങ്ങനെയാ, വീടിന്റെ പ്ലാൻ തന്നെയാണോ എന്നൊക്കെ തോന്നും. അതെ അതെ അതെ, ഇതാണ് ഇതിന്റെ ഫൈനൽ പ്ലാൻ. ഇതാണ് ഫൈനൽ. ഇതിപ്പോ കിണറായിട്ട് വരില്ലേ? അതായിട്ട് വരില്ല, അവിടെയാ കിണറ്. കിണറ് തെക്ക് വടക്കാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടേ. അത് പാടില്ലേ? തെക്ക് വടക്കല്ലേ വേണ്ടേ? കിണർ ഇതാ വടക്ക് കിഴക്ക് വരണം. വടക്ക് കിഴക്കല്ലേ? അപ്പൊ എവിടെ കുഴിച്ചാലും വെള്ളം കിട്ടിയാ പോരേന്ന്. അത് പോരാ, ഇതാണ് കുഴപ്പം. ഇതെന്താ ബാത്റൂമാ? ബാത്റൂം. കന്നിമൂലയിലൊന്നും ബാത്റൂം വരാൻ പാടില്ല. നിങ്ങൾക്ക് ഏത് മൂല കണ്ടു കഴിഞ്ഞാലും കന്നിമൂല. എന്തെയും പറയൂ. അതിന് കൃത്യമായിട്ട് കാര്യങ്ങളുണ്ട്. അത് പലതും അനുഭവം ഉള്ളതുകൊണ്ടാ ഈ പറയണത്. സത്യേട്ടാ, ഇപ്പൊ ഈ പ്ലാനാണ് പെർമിറ്റിന് വേണ്ടി പഞ്ചായത്തിൽ കൊണ്ടുപോയി കൊടുത്തേക്കണത്. അത് തിരിച്ചു വാങ്ങണം. അയ്യോ, ഒരു കഷ്ടാന്ന് ആലോചിച്ച് നോക്കിയേ. നേരില്ലാത്ത നേരത്താണ് ഇപ്പൊ ആ കുട്ടി പോയിട്ടുള്ളത്. ഇവനാച്ച ഒരു കാര്യത്തിനിട്ട് ഇറങ്ങൂല്ല. അതെ, ഇപ്പൊ എന്തായിരുന്നു? പണി തുടങ്ങിയോ? പണി നിങ്ങളെ കഴിഞ്ഞോട്ട് വെച്ചിട്ടാ ഞാൻ തുടങ്ങാച്ചിട്ടാ. അല്ല, ഒന്നാമത് ശീതളിനെ പറഞ്ഞാൽ മതി. ഇത് എല്ലാവരും ഒരു കൂട്ടുകാരൻ ഇപ്പൊ ഇവിടെ ഉള്ളപ്പോ അവനോടൊന്ന് ചോദിച്ചിട്ട് വേണ്ട ഈ പ്ലാൻ വരയ്ക്കാൻ. മൂപ്പര് വരയ്ക്കണാളെ സംഭവിച്ചില്ല, പക്ഷെ നമ്മുടെ ഒരു പ്ലാൻ പറഞ്ഞു കൊടുത്തിട്ട് വേണ്ട വരയ്ക്കാൻ. എന്റെ സുഗത, അന്ന് സത്യൻ എന്നോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞേൽപ്പിച്ചിട്ട് താൽക്കാലികമായിട്ട് അതിന്റെ ഒരു പ്ലാൻ കൊണ്ടുവരാനാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പോ പെർമിറ്റിന് കൊടുക്കാനുള്ള പ്ലാൻ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അത് അങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ലല്ലോ. ആ വേലായുധന്റെ വീട് താനല്ലേ പണിയെടുത്തത് അല്ലേ? ഞാനേ ആ വേലായുധന്റെ വീടിന്റെ പ്ലാൻ കണ്ടപ്പോ പറഞ്ഞു അതിൽ അടുക്കള സ്ഥാനത്തല്ല, അത് മാറ്റണം എന്ന് പറഞ്ഞാണ്. വേലായുധന്റെ വീട് നോക്കാം. സ്റ്റവ് പൊട്ടി തെറിച്ചിട്ടാ മരിച്ചത്.
നമുക്ക് മൊത്തത്തിലെ കോൺട്രാക്ട് കൊടുക്കുകയാണെങ്കിലേ നമ്മൾ ശ്രദ്ധിക്കണം. ചിലപ്പോ സ്വിച്ച് ഡ്യൂപ്ലിക്കേറ്റ് ആവും, കമ്പിയുടെ എണ്ണം കുറയും, സിമെന്റ് കുറയും, അതൊക്കെ നോക്കണം. അല്ല ഞാൻ ഇപ്പൊ ബേബിനെ ഏൽപ്പിച്ചിട്ട് ഇപ്പൊ അതുകൊണ്ടാണ് അങ്ങനത്തെ കുഴപ്പങ്ങളില്ല. എത്തിയോ നിങ്ങളൊക്കെ എപ്പോ വന്നു? എന്തായി പോയ കാര്യമൊക്കെ? ഏകദേശം ശരിയായിട്ടുണ്ട്. കാശ് അടയ്ക്കണം എന്ന് പറഞ്ഞു, അത് അടച്ചു. അപ്പൊ അവർ അയച്ചോളാന്ന് പറഞ്ഞു. അല്ല മേസ്ത്രി പ്യാരിയേട്ടനായിട്ട് സംസാരിച്ചില്ലേ? പ്യാരി നീ ഒന്നും പറയണ്ട. നീ ആ കൊടുത്ത ഫോണുണ്ടല്ലോ, അപ്പൊ അതിന്റെ മുകളിലാണ് 24 മണിക്കൂറും. ഇപ്പൊ എനിക്കൊരു ഫോൺ നീ തന്നിട്ടില്ലേ, ഞാൻ അതിന്റെ മുകളിൽ കുത്തിയിരിക്കേണ്ട സമയം. ആ വീടിന്റെ കാര്യം സംസാരിക്കാനല്ല ഇപ്പൊ ഈ ആളുകളൊക്കെ ഇരിക്കണം. ആ സ്ഥലത്ത് ഇതാ ആ ഫോണാ വന്നാ എന്റെ പിന്നാലെ അങ്ങോട്ട് പോയി. ഇവിടെ ഇരിക്കുന്ന അല്ല നീ ഇതെപ്പോ വന്ന്? ഇത്ര നേരം ഇല്ലാത്തൊരു ചിരി. അതെ, എന്തെല്ലാം സംവിധാനങ്ങളാണ് ഇതില്. ഓരോ വീഡിയോ കണ്ടിട്ടിരുന്ന് ചിരിക്കായിരുന്നു. ഇങ്ങനെ തമാശയൊക്കെ കണ്ട് ഫുൾ ടൈം വീടിനുള്ളിൽ അടയിരുന്നു കേട്ടാ, ഒരു കാര്യത്തിനും പുറത്തിറങ്ങണ്ട. അപ്പൊ നീ പോയിക്കോളാന്ന് പറഞ്ഞോണ്ടല്ലേ, അല്ലെങ്കിൽ ഞാൻ പോവൂലേ? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു പോവാനായിട്ട്, പോവാത്തോണ്ടല്ലേ ഞാൻ പോയത്. എടി മേസരി വരുമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ പുള്ളിയായിട്ട് സംസാരിച്ചിരിക്കായിരുന്നില്ല അവിടെ. പുള്ളിയോട്ട് സംസാരിച്ചിരിക്കുന്ന ആളാണോ ഇവിടെ ഒന്ന് ഫോൺ നോക്കിക്കൊണ്ടിരിക്കണേ? അത് പെട്ടെന്ന് ഒരു മെസ്സേജ് വന്നപ്പോ ഞാൻ ഇങ്ങോട്ട് മാറിയുള്ളൂ. ഞാൻ നമ്മുടെ ആവശ്യത്തിന് വന്ന ആളാണോ പുള്ളി? എന്നിട്ട് പുള്ളി ഇവിടെ അച്ഛനുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കണേ? അത് ഞാനല്ലേ ഇടപെട്ടേക്കല്ലേ. നീ ശരിയായ പോയ കാര്യം? ശരിയായി. അവിടെ പൈസ അടച്ചിട്ടുണ്ട്, അത് വന്നോളും. ആണോ? വന്നോളൂ എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് ചോദിക്കണ്ടേ? അപ്പൊ ഏട്ടനെ എന്തിനാ ഇവിടെ ഇരിക്കണേ എന്റെ ഭർത്താവെന്നും പറഞ്ഞ്? ഒന്ന് പതുക്കെ പറയടി, പുറത്ത് കണ്ണി കണ്ടോരിക്ക. നീ പോയൊന്ന്. ഞാൻ പറഞ്ഞ കൂടി പോകൂട്ടാ. പിന്നെ ഉറങ്ങുന്നല്ലാതെ ഒരു പണിയും ഇല്ല. മറിമായം